അച്ഛാ, കുറച്ച് കാശിന്റെ ആവശ്യമുണ്ട്. കാശിന്റെ ആവശ്യമോ? എന്ത് കാര്യത്തിന്? സത്യം തന്നെയാണോ? എങ്കിൽ കാശ് വേണം. നിങ്ങൾ കാര്യം പറ. അച്ഛാ, CCTV വിഷ്വൽ എടുക്കാൻ വേണ്ടി പൈസ കൊടുക്കാൻ ഒരു പ്ലാൻ ഉണ്ട്. അതിന് ഞങ്ങളുടെ കയ്യിൽ കാശില്ല. പിന്നെ കൊച്ചച്ഛന്റെ കയ്യിലും ഇല്ല, കുഞ്ഞമ്മയുടെ കയ്യിലും ഇല്ല. അതുകൊണ്ട് അച്ഛനോട് ചോദിച്ചേ. എന്തിനാ കാശ് വേണ്ടെന്ന്? ഈ കൊച്ചനാ പൈസ വെച്ചത്? അതെ, ഞാൻ കൊടുത്തോളാം. നിങ്ങൾ ചെല്ല്. ചേച്ചി. കൊച്ചച്ച, ആവശ്യമുള്ള പൈസ അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോണം കേട്ടല്ലോ. അവൻ ചോദിക്കണ്ട, അവനുള്ള ഞാൻ കൊടുത്തോളാം. നിനക്കെന്നെ ആളെ വിട്ട് തല്ലിക്കാനും കൊട്ടേഷൻ കൊടുക്കാനും പൈസ ഉണ്ടല്ലടാ. പൊന്നു ചേട്ടാ, ചേട്ടൻ നിരപരാധിയും തെളിയിക്കാൻ വേണ്ടി എല്ലാവരും ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കണേ. അതിനു വേണ്ടി ഞാൻ CCTV ഫുട്ടേജ് നോക്കിപ്പോയെ. ഇങ്ങനെ നോക്കല്ലേ, സത്യമായിട്ട് പറഞ്ഞതാ. അതിന് ആവണിയുടെ ഓഫീസിൽ CCTV വർക്ക് ചെയ്യില്ലല്ലോ. ചേട്ടാ, അവിടുത്തെ CCTV അല്ല, അവന്റെ അടുത്തുള്ള ഏതെങ്കിലും ബിൽഡിങ്ങിലെ CCTV ഫുട്ടേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തുമ്പ് കിട്ടിയാലോ. ഞാനൊരു പ്രാവശ്യം ട്രൈ ചെയ്താ, പാളിപ്പോയി. പക്ഷെ നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? എന്റെ പൊന്നു ചേട്ടൻ എന്നെ ഒന്ന് വിശ്വസിക്കേ. CCTV അല്ലേ? ആ കാര്യം ഞാൻ നോക്കിക്കോളാം. അതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എനിക്ക് നിന്നെ ഈ കാര്യത്തിൽ തീരെ വിശ്വാസമില്ല. CCTV പോലും. എന്ത് കഷ്ടമാണ്, തല്ലുള്ളിത്തരം കാണിച്ചിട്ട് ഈ തല്ലൊക്കെ വാങ്ങിച്ചത്. സഹായിക്കാന്ന് വെച്ചപ്പോ മോഹനേട്ടാ, ഞങ്ങളെ CCTV അല്ലേ? അതെന്താന്ന് വെച്ചാ വേണ്ടത് ഞാൻ ചെയ്തോളാം. ചേട്ടാ, നമുക്ക് ചേച്ചിയെ ഒന്ന് ഇമോഷണലി അടുപ്പിക്കാൻ നോക്കിയാലാ? ഇമോഷണലിയാ? മനസ്സിലായില്ല. എന്റെ ചേച്ചി അത്ര ദുഷ്ട മനസ്സുള്ള ഒരാളൊന്നും അല്ല. ചേട്ടൻ എന്തെങ്കിലും അസുഖമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ചേച്ചിയുടെ മനസ്സലിഞ്ഞാലാ. ചേട്ടന്റെ കൈ അജ്ഞാതം പിടിച്ച് തിരിച്ചപ്പോ ചേച്ചിയല്ല 2 ദിവസം ഫുഡ് വരെ തന്നത്. എനിക്കൊന്ന് ചേട്ടൻ നെഞ്ചുവേന വന്നെന്ന് പറഞ്ഞാ ചിലപ്പോ ചേച്ചി ചേട്ടനോട് അടുക്കാൻ സാധ്യതയുണ്ട്. എന്തേ? എന്റെ പൊന്നു കുഞ്ഞമ്മത്തൊക്കെ നമ്മൾ ആദ്യമേ വർക്കൗട്ട് ചെയ്താ. അതപ്പോ ഇടക്ക് ഞാനേ ഒരു നെഞ്ചുവേദന അഭിനയിച്ചതാ. അത് അവൾക്ക് മനസ്സിലായി. ഇനിയേ ശരിക്കുള്ള നെഞ്ചുവേദന വന്നാൽ പോലും അവളെന്നെ തിരിഞ്ഞു നോക്കൂലെന്ന് പറഞ്ഞേക്കണേ. ആണോ? എന്നാ വേണ്ട, വേറെ വല്ല ഐഡിയ നോക്കാം. പിന്നെ ചേട്ടനാ CCTV കാര്യം മറക്കണ്ട കേട്ടാ. CCTV കാര്യമല്ലേ? അത് ഞാൻ മറക്കൂല. പഴഞ്ചൊരു ഐഡിയ കൊണ്ട് വന്നേക്കുവാ. എന്താടി? അപ്പൊ ഞാൻ അറിഞ്ഞാ നിങ്ങൾ ഇതൊക്കെ പ്ലാൻ ചെയ്ത് വർക്കൗട്ട് ചെയ്ത് കൊളാക്കിന്ന്? എന്ത് പറഞ്ഞാലും കുറ്റമാണ്ടല്ലേ പറഞ്ഞേ.